നമസ്കാരം. വേഗതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യ ലോകത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദത്തിന്റെ രണ്ടിരട്ടി മുതൽ മൂന്നിരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് മിസൈലുകൾ ആധുനിക സൈനിക ശക്തികളുടെ യുദ്ധ സജ്ജീകരണങ്ങളിൽ ഇപ്പോഴും ഒരു നിർണായകമായ സ്ഥാനം വഹിക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ, അതായത് ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലേറെ വേഗതയുള്ളവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നിലവിലുള്ള സൂപ്പർസോണിക് സംവിധാനങ്ങൾ നൽകുന്ന ചില അതുല്യമായ നേട്ടങ്ങൾ കാരണമാണ് അവ ഇപ്പോഴും പ്രസക്തമായി തുടരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാന കാരണം സൂപ്പർസോണിക് സംവിധാനങ്ങൾ നൽകുന്ന വിശ്വാസ്യതയാണ്. ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുകയും നീണ്ട പരീക്ഷണങ്ങൾക്കും വിന്യാസങ്ങൾക്കും വിധേയമാവുകയും ചെയ്തവയാണ്. വിവിധ കാലാവസ്ഥകളിലും ഭൂപ്രകൃതികളിലും ഇലക്ട്രോണിക് സാഹചര്യങ്ങളിലും ഇവയുടെ പ്രകടനം പ്രവചനാതീതമല്ലാത്തതും സ്ഥിരതയുള്ളതുമാണ്. ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ ഇപ്പോഴും വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായിരിക്കുമ്പോൾ സൂപ്പർസോണിക് മിസൈലുകൾ നൽകുന്ന ഈ പക്വതയും ആശ്രയയോഗ്യതയും ഇവയെ പ്രതിരോധ സേനയുടെ ആയുധപ്പുരയിലെ അനിവാര്യ ഘടകങ്ങളാക്കുന്നു. രണ്ടാമതായി, ആക്രമണത്തിലും പ്രതിരോധത്തിലും കുറഞ്ഞ പ്രതികരണ സമയം നൽകാൻ സൂപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കും. ശബ്ദത്തിന്റെ 2 ഇരട്ടി മുതൽ 3 ഇരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അവയ്ക്ക് ലക്ഷ്യത്തിലെത്തുവാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. ഇത് അടിയന്തര ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കുവാനും സമയബന്ധിതമായ ആക്രമണങ്ങൾ നടത്തുവാനും ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതികരണ സമയം കുറയ്ക്കുവാനും സൈന്യത്തെ സഹായിക്കും. കൂടാതെ നിലവിലുള്ള സൈനിക പ്ലാറ്റ്ഫോമുകളുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കുവാൻ കഴിയുന്നതാണ് സൂപ്പർസോണിക് സംവിധാനങ്ങളുടെ മറ്റൊരു വലിയ നേട്ടം. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ നിലവിലെ യുദ്ധക്കപ്പലുകളിലും വിമാനങ്ങളിലും വാഹനങ്ങളിലും വലിയ രൂപമാറ്റങ്ങൾ ഇല്ലാതെ തന്നെ ഈ മിസൈലുകൾ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. പുതിയ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ ഇപ്പോഴും സംയോജന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ സൂപ്പർസോണിക് പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന ഈ പ്രവർത്തനപരമായ വഴക്കം വളരെ വലുതാണ്. മാത്രമല്ല, പതിവ് ദൗത്യങ്ങൾക്കായി സൂപ്പർസോണിക് മിസൈലുകൾ ചെലവ് കുറഞ്ഞ വിന്യാസം ഉറപ്പാക്കുന്നു. നൂതന സാമഗ്രികളും സങ്കീർണമായ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയും ആവശ്യമുള്ള ഹൈപ്പർസോണിക് സംവിധാനങ്ങളെ അപേക്ഷിച്ച് സൂപ്പർസോണിക് മിസൈലുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും വളരെ കുറഞ്ഞ ചെലവേ ഉള്ളൂ. ഇത് പതിവായുള്ള പ്രവർത്തനക്ഷമതാ പരിശീലനങ്ങൾക്കും സാധാരണ പ്രതിരോധ ദൗത്യങ്ങൾക്കും സൂപ്പർസോണിക് പ്ലാറ്റ്ഫോമുകളെ ഏറ്റവും അനുയോജ്യമാക്കി മാറ്റുന്നു. കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ശക്തമായ തുളച്ചുകയറൽ ശേഷി സൂപ്പർസോണിക് മിസൈലുകൾക്കുണ്ട്. അവയുടെ ഉയർന്ന വേഗത, കടലിലൂടെയുള്ള താഴ്ന്ന പറക്കൽ രീതികൾ, ഭൂപ്രകൃതി പിന്തുടർന്നുള്ള സഞ്ചാരം എന്നിവ കാരണം നിലവിലെ മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലുകളെ കണ്ടെത്താനും തടയാനും പ്രയാസമാണ്. അവയുടെ വേഗതയും കൃത്യതയുള്ള ദിശാമാറ്റ ശേഷിയും ഈ മിസൈലുകളെ ഇന്നും വളരെ പ്രസക്തമായി നിലനിർത്തുന്നു. വാസ്തവത്തിൽ സൂപ്പർസോണിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും പരസ്പരം പൂരകമായ പങ്കാണ് വഹിക്കുന്നത്. സൂപ്പർസോണിക് മിസൈലുകൾ ഉയർന്ന അളവിലുള്ള വഴക്കമുള്ള ദൗത്യങ്ങൾക്കായും ഹൈപ്പർസോണിക് ആയുധങ്ങൾ തന്ത്രപരമായ തുളച്ചുകയറലിനുമാണ് ഉപയോഗിക്കുന്നത്. ആധുനിക പ്രതിരോധ സജ്ജീകരണങ്ങളുടെ വിവിധ തലങ്ങളെ അഭിമുഖീകരിക്കുന്നതിനാൽ ഇരുവിഭാഗം മിസൈലുകളും സൈന്യങ്ങൾ നിലനിർത്തുന്നു. ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളും നിലവിൽ തന്നെ സൂപ്പർസോണിക് സംവിധാനങ്ങൾ മുൻനിര യൂണിറ്റുകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അവയുടെ തത്സമയ പ്രവർത്തനക്ഷമതയും നിലവിലുള്ള പരിശീലന ഇൻഫ്രാസ്ട്രക്ചറും കാരണം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കിടയിലും സൂപ്പർസോണിക് മിസൈലുകൾ യഥാർത്ഥ ലോക ഓപ്പറേഷനുകൾക്ക് അത്യന്താപേക്ഷിതമായ ആയുധമായി തുടരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.